Hi guys, welcome back to yet another brand new episode of Being Lou. So, ഇന്നത്തേത് ഒരു വെരി സ്പെഷ്യൽ വ്ളോഗാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അത് എൻ്റെ ബർത്ത്ഡേ ആണ്. ഫൈനലി എനിക്ക് 26 ഇയേഴ്സ് ഓൾഡ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തു പോവാം. ഞാൻ ഒറ്റയ്ക്കാണ്. ജസ്റ്റ് കുഞ്ഞൊരു പാമ്പറിങ് സെഷൻ പോലെ. ഞാൻ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ലൈക്ക് മാനിക്യൂർ പെഡിക്യൂർ അങ്ങനെ സെൽഫായിട്ടുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. സോ ഇന്ന് ഞാൻ അതൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് മോളിലേക്കാണ് പോണത്. സ്ക്വയർ സലൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ. ഞാൻ ജസ്റ്റ് റിവ്യൂസൊക്കെ കണ്ടപ്പം കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മുടെ വ്ലോഗിൽ ഉണ്ടാവുക. ഓൾസോ അനദർ ഹാപ്പി ന്യൂസ് ഇസ് 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മൾ ഫൈനലി. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തടത്ത് നിന്നൊരു 5000 ഒക്കെ ആവുക എന്ന് പറയുന്നത് വെരി വെരി ബിഗ് തിങ് ഫോർ മീ. അപ്പം അതും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ. എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. കേക്ക് വരെ ഞാൻ തന്നെ വാങ്ങണം. എന്താ ചെയ്യുക. അപ്പം നമുക്കതൊക്കെ പോയി മേടിച്ചിട്ട് വരാം. അപ്പം എന്തായാലും നിങ്ങൾ വ്ലോഗ് കാണും. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് മമ്മി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പോയിട്ട് കഴിക്കട്ടെ. എന്നിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിറങ്ങുന്നു സ്ട്രെയിറ്റ് ടു ഹൈലൈറ്റ് മോൾ. അപ്പോൾ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ പാവ മമ്മി ഈ പതിവ് തെറ്റിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ ബിരിയാണി. ഇനി പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എൻ്റെ പ്ലേറ്റിലോട്ട് വല്ലാണ്ട് നോക്കണ്ട. കാരണം 2 പ്രാവശ്യം ഇട്ട് കഴിക്കാനുള്ളത് ഞാൻ ആദ്യം ഇട്ട് വെക്കും. അതങ്ങനെയാണ് എൻ്റെ ശീലം. പിന്നെ എനിക്ക് കുറച്ചെടുത്ത് നിങ്ങളെ കാണിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ കഴിക്കുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഒക്കെ കൂട്ടി ഒരു അടിപൊളി ലഞ്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഔട്ട്ഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ബർത്ത്ഡേൻ്റെ കാര്യം എനിക്ക് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ ഡ്രസ്സൊന്നും ഇപ്രാവശ്യം എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ളൊരു ഗൗണാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. ഒരു എമറാൾഡ് ഗ്രീൻ, ഒരു ബർത്ത്ഡേ വൈബൊക്കെ ഇല്ലേ, അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. സോ ഇനി ഞാൻ പോയി വരാം ഗൈസ്. ടാറ്റാ. അങ്ങനെ ഗൈസ്, നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഹൈലൈറ്റ് മോളിലെ 2nd ഫ്ലോറിൽ വരുന്ന സ്ക്വയർ സലൂൺ ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലറാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിലിപ്പം ഞാൻ നോർമലാണ് ചൂസ് ചെയ്തത്. അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും കൂടെ എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് ഞാൻ നോർമലാണ് ചൂസ് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് എന്തൊക്കെയോ ഉള്ളിൽ റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്പാ സെറ്റപ്പും സലൂൺ സെറ്റപ്പും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കുട്ടി വന്നിട്ട് എന്നെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടിയാണ് എനിക്ക് ഇന്ന് ചെയ്തു തരുന്നത്. ഷീസ് ഫ്രം വെസ്റ്റ് ബംഗാൾ. പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരെ കാണുമ്പോൾ ഒരു കൊറിയൻ മൂഡൊക്കെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അവരാണല്ലോ സ്കിൻ കെയറിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സിങ് ഫീലാണ്. എനിക്ക് കാലിൻ്റെ ഫുള്ളൊന്നും എനിക്ക് കാണിച്ചു തരാൻ വയ്യ. അവരെന്തൊക്കെയോ ആദ്യം നെയിൽസ് ക്ലീൻ ചെയ്ത് പിന്നെ മസാജ് ചെയ്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സൈഡായി ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് പിന്നെയാണ് എണീച്ച് നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി എനിക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ടെന്ന് അവർ കാല് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ നേരെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് അവർ മാനിക്യൂർ ചെയ്യാൻ വേണ്ടി ഇരുത്തി. അതിലും അവർ സെയിം പ്രൊസീജിയർ തന്നെയാണ്. നെയിൽസ് ആദ്യം ക്ലീൻ ചെയ്യും. നോർമൽ ആയതുകൊണ്ട് ജസ്റ്റ് ക്ലീനിങ് ആൻഡ് മസാജ് പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനിത് വന്ന് ചെയ്യാൻ എന്തേ ഇത്ര ലേറ്റ് ആയി പോയി എന്നുള്ളത്. കാരണം ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു റിലാക്സേഷൻ അത് വേറെ ലെവലാണ്. പിന്നെ ഈ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് പാമ്പറിങ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് അത് ഇടയ്ക്കൊക്കെ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് അപ്പോഴാണ് വന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 hours വരെ എടുക്കും എന്നാണ് അവർ പറയുന്നത് നോർമൽ മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ ചെയ്യുമ്പം. അപ്പം അഡ്വാൻസ്ഡ് ആകുമ്പം ഒന്നും കൂടെ സമയം എടുക്കും. അങ്ങനെ മൊത്തത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി മാസാമാസമുള്ള ചിലവ് കുറച്ച് കൂടും. കാരണം ഇതിനിപ്പോൾ ഒരു ഹാബിറ്റായിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് അഡ്വാൻസ്ഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഇട്ടത്. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ന്യൂ ആയിട്ട് ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വന്ന് നോക്കിയതായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എൻ്റെ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം. അതിന് മുന്നേ എനിക്ക് ഒരു ബേക്കറി കയറാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫറോക്കുള്ള ഒരു കാസ്കോ ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേക്കറിയിലാണ് കേട്ടോ കയറിയത്. ഞാൻ മുന്നേയും കയറുന്ന ഷോപ്പ് തന്നെയാണ്. അവിടുത്തെ കേക്ക്സ് ഒക്കെ അടിപൊളിയാണ്.
അപ്പം ഞാൻ ഈ ഒരു വാൻചോ കേക്ക് ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൽ എഴുതാൻ വേണ്ടി കൊടുത്തയച്ചതാണ്. അപ്പോൾ അവരത് എഴുതി വരണം. അപ്പം ഞാൻ എൻ്റെ കേക്കിൻ്റെ മേലെ 5K സബ്സ്ക്രൈബേഴ്സ് ആയത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് വിട്ടതാണ്. കാരണം ഇന്നത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ 5K സെലിബ്രേഷൻ ആയതിൻ്റെയാണ്. പിന്നെ കൂടെ ഒരു ബർത്ത്ഡേയും കൂടി ആണെന്ന് മാത്രം. അപ്പം ഞാൻ അതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. Happy birthday to you. From nothing to 5,000 subscribers. Happy birthday to you. Happy birthday to you. Happy birthday dear Haizilul Tata. Happy പിന്നെ ഇത് പ്രാവശ്യം നമുക്ക് ബർത്ത്ഡേക്ക് ഒരാൾ അയച്ചിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഫെറേറോ റോഷൻ്റെ മൊമെൻറ്റ്സിൻ്റെ ചോക്ലേറ്റ്സ്. അങ്ങനെ അതും കഴിച്ചു. അതിൻ്റെ ഫുൾ കഥ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറി കണ്ടു നോക്കൂ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ്. ഞാനിപ്പോൾ പോയി വന്നതേ ഉള്ളൂ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ഡിന്നർ കഴിക്കും, അതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലുത് കാര്യമായിട്ട് ഞാൻ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ആഗ്രഹം തോന്നിയപ്പോൾ എൻ്റെ വിഷ് ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാനിക്യൂർ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ഗൈസ്, വളരെ നല്ല പരിപാടിയാണ്. ഇനി എല്ലാ മാസവും കൂടുമ്പോൾ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ഷോർട്സിൻ്റെ അടിയിലും അല്ലാണ്ടൊക്കെ വന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഡിന്നർ കഴിക്കും, എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യും, കിടന്നുറങ്ങും. നാളെ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. I'll see you all at the video. Until then, stay tuned. I love you all. Thank you for watching. Lots of love.